കേരള പോലീസിലേക്ക് നിയമനം ലഭിച്ച് 6 മാസത്തെ തീവ്ര പരിശീലനം പൂർത്തിയാക്കിയ 382 പോലീസ് ഡ്രൈവർ റിക്രൂട്ട് സേനാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്നേ ദിവസം മലബാർ സ്പെഷ്യൽ പോലീസ്, കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ വെച്ച് നടക്കുന്നത്. ഇന്ന് ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள் കൃത്യം 8:30 മണിക്ക് ഓൺലൈനിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. ഈ സമയം പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർമാർ പരേഡിനെ അതാത് മൈതാനങ്ങളിൽ അണിനിരത്തുന്നു. ഇന്നത്തെ പരേഡിനെ നയിക്കുന്നത് പരേഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട MSB ബറ്റാലിയനിലെ RTDVRBC 50 കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിൽ ചെറുതായ വംശദേശത്തെ കുഞ്ഞമ്പൂക്കേരി ദാക്ഷായണി വിവിധ പദവികളുടെ മകൻ RTDVRBC 11 ഷൈൻ TV.
जो देश है तेरा, स्वदेश है तेरा, तुझे है पुकारा। ये वो बंधन है जो कभी टूट नहीं सकता। मिट्टी की है जो खुशबू तू कैसे भुलाएगा, तू चाहे कहीं जाए तू लौट के आएगा। नई नई राहों में दबी दबी आहों में खोए खोए दिल से तेरे कोई ये कहेगा, ये जो देश है तेरा, स्वदेश है तेरा, तुझे है पुकारा। ये वो बंधन है जो कभी टूट नहीं सकता। അല്പസമയത്തിനകം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ വൈ അനിൽകാന്ത് ഇന്ത്യൻ പോലീസ് സർവീസ് അവர்கள் എത്തിച്ചേരുമ്പോൾ പരേഡ് ആദരവോടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. അല്പസമയത്തിനകം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ മുഖ്യാതിഥി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள் ഓൺലൈനിൽ എത്തിച്ചേരുമ്പോൾ പരേഡ് ആദരവോടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും
ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്കതീതമായി എൻ്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് സേനയുടെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. ശ്യാമളാ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി സുമിത ധ്രുമദള ശോഭിനി ഭുല്ല കുസുമിത ധ്രുമദള ശോഭിനി സുഹാസിനി മധുര ഭാഷിണി പോലീസ് സേനയിൽ പ്രവേശിക്കുന്ന നിങ്ങളിൽ ഒട്ടേറെ പേർ സാധാരണയുള്ളതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ. അതോടൊപ്പം പോലീസിന് തന്നെ ഒരു സമീപന രീതിയിൽ വലിയ വ്യത്യാസം ഈ കാലത്ത് വന്നിട്ടുണ്ട്. നേരത്തെ പോലീസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയപ്പെടേണ്ട സംവിധാനമാണ്, വല്ലാത്ത ഭീതി ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിനിടയാക്കിയത് നമ്മുടെ നാടിന്റെ പഴയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ രാജ്യം അടയ്ക്കുകയാണ് കാലത്ത് ജനങ്ങളെ വലിയ തോതിൽ അടക്കി നിർത്തുക എന്നത് സാമ്രാജ്യത്തിന്റെ ആവശ്യമായി. ഏതെങ്കിലും തരത്തിൽ അവരുടെ അധിനിവേശത്തെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടാകും. അതിന്റെ ഭാഗമായി പോലീസിനെ വാർത്തെടുത്തത് ജനശത്രുവായിട്ട്. ഇതിന്റെ സംസ്കാരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും പോലീസിൽ നിലനിന്നിരുന്നു. നമ്മുടെ കേരളത്തിലും അതിന്റെ ഭാഗമായുള്ള ഇത്തരത്തിലുള്ള സമീപനങ്ങൾ തുറന്നിരുന്നു. എന്നാൽ കാലം മാറുന്നതോറും വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് പോലീസ് സേനയിലുണ്ടായത്. ഇന്നത്തെ കാലത്ത് ഒട്ടേറെ സാങ്കേതിക
പ്രത്യേകതകളുള്ള വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഓടിക്കുന്നതിന്, ഡ്രൈവ് ചെയ്യുന്നതിന് സാധാരണഗതിയിലുള്ള പരിശീലനം പോലെ. അപ്പൊ അതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശീലനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ചില വാഹനങ്ങളുടെ നിർമ്മാതാക്കൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ ഭാഗമായി പ്രത്യേക രീതിയിലുള്ള കഴിവ് നേടിയവരായിട്ടാണ് നിങ്ങളിപ്പോൾ മാറിയിട്ടുള്ളത്. പോലീസ് സേനക്ക് അതൊരു മുതൽക്കൂട്ടാവും. കേരളത്തിലെ പോലീസിന്റെ കീർത്തി ഒന്നുകൂടി ഉയർത്തുന്നതിന് യശസ് വർദ്ധിപ്പിക്കാറുള്ള നടപടികളായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകേണ്ടത്. പോലീസിന്റെ ഭാഗമായി അഭിമാനകരമായി നിന്നുകൊണ്ട് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കാനാവണം. കുറ്റകൃത്യങ്ങൾ മനുഷ്യന് ചെയ്യും. പോലീസ് സേനക്കകത്ത് നിന്ന് കുറ്റകൃത്യം ചെയ്താൽ പോലീസ് സേനയിൽ തുടരാൻ കഴിയാത്ത അവസ്ഥ വരും. അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ താൻ സൃഷ്ടിക്കില്ല. താൻ പോലീസിന്റെ സൽപ്പേരും യശസ്സും ഉയർന്ന രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന ദൃഢമായൊരു സമീപനം നിങ്ങൾ എല്ലാവരിലും ഉണ്ടാകണം. നാടിനെ സേവിക്കുക, ജനങ്ങളെ സേവിക്കുക, അതിനാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് പോലീസിന്റെ ഭാഗമായി ശ്രമിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സർവീസ് ജീവിതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദം.
ഇപ്പോൾ ലൈൻ ഫോർമേഷനിൽ നിന്നും കോളം ഓഫ് സീരീസിലേക്ക് മാറി
जो देश है तेरा, स्वदेश है तेरा, तुझे है पुकारा। ये वो बंधन है जो कभी टूट नहीं सकता। मिट्टी की है जो खुशबू तू कैसे भुलाएगा। तू चाहे कहीं जाए तू लौट के आएगा। नई नई राहों में दबी दबी आहों में खोए खोए दिल से तेरे कोई ये कहेगा। ये जो देश है तेरा, स्वदेश है तेरा, तुझे है पुकारा। ये वो बंधन है जो कभी टूट नहीं सकता। तुझसे जिंदगी है ये कह रहे सब तो पा लिया। अब है क्या कमी, यूं तो सारे सुख है बरसे, पर दूर तू है अपने घर से। आ लौट चल तू अब दीवाने, जहाँ कोई तो तुझे अपना माने। आवाज दे तुझे बुलाने वही देश। ये जो देश है तेरा, स्वदेश है तेरा, तुझे है पुकारा। ये वो बंधन है जो कभी टूट नहीं सकता। ये पल है वही जिसमें है छुपी पूरी एक सदी सारी जिंदगी। तू ना पूछ रास्ते में काहे आए है इस तरह दो राहें। तू ही तो है राह जो सुझाए, तू ही तो है अब जो ये बताए। जाए तो किस दिशा में जाए वही देश। ये जो देश है तेरा, स्वदेश है तेरा, तुझे है पुकारा। ये वो बंधन है जो कभी टूट नहीं सकता। ये जो देश है तेरा, स्वदेश है
घर से, पर दूर तू है अपने घर से। लौट चल तू अब दीवाने, जहाँ कोई तो तुझे अपने माने। आवाज दे मुझे बुलाने वही देश, ये जो देश है तेरा, स्वदेश है तेरा, तुझे है पुकारा। ये वो बंधन है जो कभी टूट नहीं सकता। ये पल है वही जिसमें है छुपी कोई एक सदी, सारी जिंदगी। तू ना पूछ रास्ते में कहाँ आए हैं इस तरह दो राहें। तू ही तो है राह जो सुझाए, तू ही तो है अब जो ये बताए। चाहे तो किस दिशा में जाए वही देश। दंदे सतिन कुरन तोले दूरतिल्लादो sevgil viraga Sonda vi